അപ്പോൾ ഈ 2568 പേര് പോയി അന്യപുരുഷന്മാരുടെ കൂടെ പോയി എന്ന് പറയുമ്പോൾ അത് വീട്ടമ്മമാരാണ്, മക്കളുടെ അമ്മമാരാണ്, പുരുഷന്മാരുടെ ഭാര്യമാരാണ് ഈ പോയിരിക്കുന്നത്. നമ്മളത് ചെറിയ കണക്കല്ല. ഇത് കണക്കിൻ പ്രകാരം കണക്കിൽപ്പെടാത്ത ഒത്തിരി കേസുകളുണ്ട് ഭാര്യമാർ പോകുന്നത്. കുഞ്ഞു മക്കളെ കൊല്ലുകയാണ് ഭർത്താക്കന്മാരോട് പോകാൻ വേണ്ടിയിട്ട്. അതാദ്യം നമ്മൾ മനസ്സിലാക്കണം. പാറക്കല്ലിൽ എറിഞ്ഞു കൊല്ലുന്നു, കടലിലെറിഞ്ഞു കൊല്ലുന്നു, കിണറ്റിലെറിയുന്നു. ഇങ്ങനെ എത്ര എത്ര കൊലപാതകങ്ങളാണ് നമ്മൾ കാണുന്നതെന്നറിയോ? അപ്പോൾ സ്ത്രീകളുടെ പോക്ക് ശരിയാണോ? ഒരു വിഭാഗമാണ് കേട്ടോ. സ്ത്രീകളെന്ന് പറയുമ്പോൾ നമ്മുടെ സാധാ സ്ത്രീകളുടെ കാര്യമല്ല, നല്ലവരായിട്ടുള്ള വീട്ടമ്മമാരുടെ കാര്യമല്ല പറയുന്നത്. ഈ കാമുകന്മാരോടൊപ്പം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരുമിച്ച് സ്കൂളിൽ പഠിച്ച, കോളേജിൽ പഠിച്ച അവരുടെ എന്തെങ്കിലുമൊക്കെ മീറ്റിംഗ് നടക്കുമ്പോൾ അവിടെ വെച്ച് വീണ്ടും കാണുകയും പഴയ പ്രണയം പുതുക്കുകയും അവരോടൊപ്പം ഒളിച്ചോടുകയാണ്. അപ്പോൾ കുഞ്ഞു മക്കളുടെ കാര്യം ആലോചിക്കുന്നില്ല. നമ്മൾ എന്തിനാണ് വിവാഹം കഴിക്കുന്നത്? നമ്മൾ എന്തിനാണ് ഭർത്താവും ഭാര്യയുമായിട്ടൊരു കുടുംബജീവിതം നയിക്കുന്നത്? ഇനിയുള്ള തലമുറ, നമ്മളിൽ നിന്നൊരു തലമുറ ഉണ്ടാവണം. ആ കുഞ്ഞുമക്കളെ നല്ല രീതിയിൽ വളർത്തണം, അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം, അവർക്ക് നല്ല ഭക്ഷണം കൊടുക്കണം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അവരാണ് നാളത്തെ നമ്മുടെ തലമുറയുടെ നമ്മുടെ നാടിന്റെ വാഗ്ദാനം. ഈ വാഗ്ദാനങ്ങളെയാണ് നിങ്ങൾ കൊന്നിട്ടും കൊല വിളിച്ചിട്ടും എറിഞ്ഞു കളഞ്ഞിട്ടും നിങ്ങൾ കാമുകനോടൊപ്പം ഒരു അല്പനിമിഷത്തെ എന്താ പറയുക സുഖത്തിന് വേണ്ടി പോകുന്നത്. എത്ര ദിവസം ആ സുഖം കാണും എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ?